വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. ലൈംഗിക ജീവിതത്തിൽ സ്ത്രീകൾക്കും വളരെ പ്രാധാന്യമർഹിക്കുന്ന റോളുകളുണ്ട്. ചില സ്ത്രീകളൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത് ലൈംഗികതയിൽ എനിക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. ലൈംഗികതയിൽ പുരുഷനെ പോലെ തന്നെ ചില ദിവസങ്ങളിൽ സ്ത്രീകൾക്കും ഇനീഷ്യേഷൻ നടത്താം. മുൻകൈയെടുത്ത് ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഹീ വിൽ ബി റിയലി ഹാപ്പി ഫോർ ഇറ്റ്. ഭാര്യ ലൈംഗികമായ മുൻകൈയെടുത്ത് വരുന്നത് കാണുവാൻ ഭർത്താക്കന്മാർക്ക് പൊതുവേ വളരെയധികം താല്പര്യമാണ്. പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പലപ്പോഴും കൗൺസിലിങ്ങുകളിലൂടെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. പഠനങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സ്ത്രീകൾക്ക് പല രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ സെക്സി ഡ്രസ്സുകൾ ധരിച്ച്, വളരെ ലൂസായ നൈറ്റ് ഗൗണുകളൊക്കെ ധരിച്ച് ഭർത്താവ് ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും കാത്തിരിക്കുക. അതുപോലെ തന്നെ ഭർത്താവിന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളോ സ്വീറ്റുകളോ ഒക്കെ ബെഡ്റൂമിലൊക്കെ കൊണ്ടുവച്ച് ബെഡിലൊക്കെ വെച്ച് കാത്തിരിക്കുക. ചില പ്രത്യേകമായ സെക്സ് സിഗ്നലുകൾ കാണിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള സെക്സി ആയിട്ടുള്ള അപ്രോച്ചിൽ പെരുമാറുക. ഇങ്ങനെയുള്ള പല രീതിയിലും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ ഭർത്താവിനെ കിസ് ചെയ്തുകൊണ്ട്, ഭർത്താവിനെ തലോടിക്കൊണ്ട് ആ ഒരു തരത്തിലേക്ക് ഭാര്യയ്ക്കും ഉയർന്നു വരാവുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം താല്പര്യമുണ്ട്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഭർത്താവ് തന്നെ വരുന്നു, ഭാര്യയോട് ആവശ്യപ്പെടുന്നു, അവൾ തയ്യാറായി കൊടുക്കുന്നു, അയാൾ തുടങ്ങുന്നു, അവൾ അനുവദിച്ചു കൊടുക്കുന്നു. ഇതെന്തോ എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബോറിംഗ് ബിസിനസ്. ബോറടിക്കുന്ന ഒരു ബിസിനസ് ആണെന്ന രീതിയിലേക്ക് ആ സ്ത്രീയുടെ അപ്രോച്ച് കൊണ്ട് ആ പുരുഷൻ ഒരു പക്ഷേ മാറാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നുള്ളൊരു മാറ്റമാണ് സ്ത്രീ കൂടെ ഇനീഷ്യേഷൻ എടുക്കുന്ന സമയത്ത്, ഭാര്യ കൂടെ ഈ വിഷയത്തിൽ മുൻകൈ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ടുപേർക്കും പരസ്പരം ആനന്ദകരമാകുന്ന രീതിയിലേക്ക് ഇത് മാറാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഷീ ക്യാൻ ടു ഇനീഷ്യേറ്റ് ഇൻ സെക്സ്. ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കുക, ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബെഡ്റൂമിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് വന്നാൽ പിന്നെ ഇല്ലായ്മകളെക്കുറിച്ച്, കടങ്ങളെക്കുറിച്ച്, മക്കൾക്ക് മോശം മാർക്ക് ലഭിച്ചതിനെക്കുറിച്ച്, മക്കളുടെ ഗ്രേഡ് താഴെ പോയതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ബെഡ്റൂമിൽ സംസാരിക്കാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ലൈംഗികതയുടെ മൂഡ് തകർക്കുന്ന കാര്യങ്ങളാണ്. ഒരു തവണ എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ഭർത്താവ് പറഞ്ഞ കാര്യം, ലൈംഗിക പ്രവർത്തനത്തിന് വേണ്ടി ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം അവൾ ചോദിക്കുക, എന്നാണ് എൻ്റെ വീട്ടിലേക്ക് പോവുക, എൻ്റെ വീട്ടിലേക്ക് എന്നാണ് പോവുക, എൻ്റെ വീട്ടിലേക്ക് എന്നാണ് എന്നെ കൊണ്ടാക്കുക, തുടങ്ങിയിട്ടുള്ള കുറേ മുഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം പലപ്പോഴും ഞങ്ങൾ തല്ലിപ്പിരിഞ്ഞ് സെക്സ് ഇല്ലാതെ കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് ഒരു തവണ ഒരു ഭർത്താവ് ഒരു അനുഭവത്തിൽ സെക്സിന് ഒരു ലൈംഗികമായ അതുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു രീതിയിൽ ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സ്നേഹത്തോടെ പെരുമാറുന്ന, ഇടപഴകുന്ന, ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് ഒന്നിച്ച് ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പും ആ സമയങ്ങളിലും ഒന്നിച്ച് കിടന്നുറങ്ങുന്ന സമയത്തും ബെഡ്റൂമിൽ വെച്ച് ഇത്തരത്തിലുള്ള ഇല്ലായ്മകളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ചോ സംസാരിക്കുവാതിരിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവായ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ആനന്ദകരമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.